എൻ്റെ പേര് സുനന്ദ. എൻ്റെ വീട്ടിലിപ്പോൾ ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ട അവസ്ഥ എനിക്കെങ്ങനെ ഉണ്ടായതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അച്ഛൻ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. അതിനുശേഷം അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയത്. ചേച്ചി എന്നേക്കാൾ 6 വയസ്സിന് മൂത്തതാണ്. ഞങ്ങളുടെ കഷ്ടപ്പാടെല്ലാം തീർന്നത് ചേച്ചിക്കൊരു ജോലി കിട്ടിയപ്പോഴാണ്. അതോടെ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും കൊച്ചിയിലേക്ക് താമസം മാറി. എന്നാൽ അധികകാലം ആ സന്തോഷം നിലനിന്നില്ല. പെട്ടെന്ന് അമ്മയ്ക്കൊരു നെഞ്ചുവേദന വന്നു. അങ്ങനെ അമ്മയെയും കൊണ്ട് അത് പോയി. പിന്നെ വീട്ടിൽ ഞാനും ചേച്ചിയും മാത്രമായി. അമ്മ മരിക്കുമ്പോൾ എനിക്ക് 18 വയസ്സായിരുന്നു. എനിക്കെല്ലാം തന്നിരുന്നത് എൻ്റെ ചേച്ചിയായിരുന്നു. ചേച്ചി എന്ന് വെച്ചാൽ എനിക്കും ജീവനായിരുന്നു. അവളുടെ പേര് ആതിര. ചേച്ചിക്കൊരു പ്രണയമുണ്ട്. ആളുടെ പേരാണ് ചന്ദ്രൻ. ചന്ദ്രേട്ടൻ ചേച്ചിയുടെ കൂടെ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. ആദ്യമൊക്കെ അയാളോട് സൗഹൃദമല്ലെങ്കിലും അകൽച്ച കാണിക്കാത്തവളായിരുന്നു ഞാൻ. പക്ഷേ പോകെ പോകെ എന്തോ എനിക്ക് അയാളെ അത്ര ഇഷ്ടമല്ലാതായി. അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് അത്ര അടുപ്പവും കാണിച്ചില്ല. ചേച്ചിക്ക് നല്ലൊരു ജോലിയുള്ളത് കൊണ്ട് എൻ്റെ പഠനം നന്നായി പോകുന്നു. അമ്മ മരിച്ചിട്ടിപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഞാൻ ഡിഗ്രി 2ാം വർഷ പരീക്ഷയും എഴുതി റിസൾട്ട് വരാനായി കാത്തിരിക്കുവാണ്. ഇപ്പോൾ പലപ്പോഴും ചേച്ചിയും ചേട്ടനും രാത്രി ഒരുമിച്ചാണ് താമസം. എനിക്കതത്ര താല്പര്യമുള്ള കാര്യമല്ലെങ്കിലും അവർ ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവർ ആയതുകൊണ്ടും കൊച്ചിയിലൊക്കെ ലിവിങ് ടുഗദർ കൾച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും അവരുടെ ജീവിതത്തെ അങ്ങനെ കാണാനാണ് ഞാൻ നിശ്ചയിച്ചത്. ഞാൻ പണ്ടേ തനി നാടൻ സ്വഭാവകാരി ആയതുകൊണ്ട് പ്രേമമോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു. എന്നെപ്പോലെ അല്ലായിരുന്നു ചേച്ചി. ചേച്ചി വളരെ മോഡേൺ സ്റ്റൈലിലായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ദിവസം രാത്രി ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു അവൾ ഗർഭിണിയാണെന്നും അവളും ചന്ദ്രനും 1-2 മാസത്തിനുള്ളിൽ വിവാഹിതരാകുമെന്നും. എനിക്ക് ആദ്യം ഒരു ഞെട്ടലുണ്ടായെങ്കിലും 2 മാസത്തിനുള്ളിൽ വിവാഹമുണ്ടാകുമെന്ന് കേട്ടപ്പോൾ ആശ്വാസമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നപ്പോൾ മുന്നിലിതാ ചന്ദ്രേട്ടൻ നിൽക്കുന്നു. ചന്ദ്രേട്ടൻ അകത്തേക്ക് വന്ന് സോഫയിലിരുന്നു. എനിക്ക് അയാളോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒന്നും പറയാതെ അകത്തേക്ക് പോയി. അയാളും ചേച്ചിയും ഒന്നിച്ച് ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അടുപ്പത്തിലായത്. പിന്നീട് അയാൾ അവിടെ നിന്ന് പോന്നെന്നും ഇപ്പോൾ സ്വന്തമായി എന്തോ ചെയ്യുകയാണെന്നും ചേച്ചി പറഞ്ഞറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരാറുള്ളൂ. എന്നാലും ചേച്ചി ഓഫീസിൽ പോകുന്നതും വരുന്നതുമായ സമയം അറിയാവുന്ന ആൾ ഈ സമയത്ത് വന്നത് എനിക്കത്ര സുഖിച്ചില്ല. ചേച്ചി ഓഫീസിലാണെന്നറിയില്ലേ, ഇനി വൈകിട്ടല്ലേ വരൂ, അപ്പം വരൂ എന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് മുന്നിൽ നിന്ന് മാറാൻ തുടങ്ങിയതും ഒരു കോഫി തരുമോ എന്ന് അയാൾ ചോദിച്ചു. ചേച്ചിയെ കെട്ടാൻ പോകുന്ന ആളല്ലേ എന്ന് കരുതി ഞാൻ ഇപ്പം തരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. കാപ്പി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞെട്ടിത്തെറിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പത്തിരിക്കുന്ന ചൂട് കാപ്പി അയാളുടെ മേത്തേക്കൊഴിച്ചു. ഉടനെ തന്നെ അയാൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. സർവ്വശക്തിയെടുത്ത് അയാൾക്കൊരു ചവിട്ടുകൂടെ കൊടുത്തു. വേദന കൊണ്ട് നിലത്തേക്കിരുന്നു പോയി. ആ സമയം കൊണ്ട് ഞാൻ ഓടി റൂമിൽ കയറി വാതിലടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തിറങ്ങി പോകുന്നത് ഞാൻ ജനാലയിലൂടെ നോക്കിക്കണ്ടു. അതിനുശേഷമാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത്. എന്നിട്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കി. തൻ്റെ കാമുകൻ, അതും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ, അടുത്ത നാളുകളിൽ തൻ്റെ ഭർത്താവാകാൻ പോകുന്നയാൾ, അയാൾ മറ്റൊരു സ്ത്രീയോട്, അതും പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിയോട് മോശമായി പെരുമാറിയെന്നറിഞ്ഞാൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. വേണ്ട, ചേച്ചിയെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്നായിരുന്നു എൻ്റെ തീരുമാനം. അതുകൊണ്ട് ഈ സംഭവം ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ല. ആ സംഭവത്തിന് ശേഷം ചന്ദ്രൻ എൻ്റെ മുന്നിൽ വരാറില്ല. ഞാനും അങ്ങനെ തന്നെ. 1 മാസം കഴിഞ്ഞപ്പോൾ അവർ രണ്ടാളും കൂടെ വിവാഹത്തിനുള്ള തീയതി തീരുമാനിച്ചു. ക്ഷണപത്രിക പ്രിൻ്റ് ചെയ്തതുമായി അയാൾ ഒരു ദിവസം വന്നു. ചേച്ചി ചായ ഇടാൻ പോയപ്പോൾ ഞാൻ ചന്ദ്രനേട്ടനോട് അന്നത്തെ സംഭവത്തിന് മാപ്പ് പറയാം എന്ന് വിചാരിച്ചു. ഇനിയെങ്ങാനും അറിയാതെ പറ്റിപ്പോയതാണെങ്കിലോ, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റുമല്ലോ. ഞാൻ ചെന്ന് പെട്ടെന്നുള്ള ദേഷ്യം വന്നതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്നും അത് കാര്യമാക്കരുതെന്നും പറഞ്ഞ് മാപ്പ് പറഞ്ഞു. അപ്പോൾ അയാളൊരു വൃത്തികെട്ട ചിരിയോടെ എന്നെ നോക്കി. എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഞാൻ ചന്ദ്രൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എന്നിട്ട് ഇപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്നും എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിന്ന് വിറയ്ക്കുകയായിരുന്നു. നീ അനുഭവിക്കും എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. ഞാനും ദേഷ്യത്തിൽ റൂമിൽ കയറി വാതിലടച്ചിരുന്നു. ഇതൊന്നും അറിയാതെ ചേച്ചി ചായയുമായി വന്നപ്പോൾ ചന്ദ്രനെ കാണാനില്ല. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മുറിയിലായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം കാരണം പോയി കാണും എന്ന് പറഞ്ഞു. അവൾ വേഗം തന്നെ ചന്ദ്രൻ്റെ നമ്പറിൽ വിളിച്ചു. അവൻ ഫോൺ എടുത്തില്ല.
പകരം കോൾ കട്ട് ചെയ്യുകയും ഇനി വിളിക്കരുത് എന്ന മെസ്സേജ് വരികയുമുണ്ടായി. ചേച്ചി അപ്പം മുതൽ അവനെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു എന്ന് ചേച്ചി ടെൻഷനോടെ പറയുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് ആകെ ടെൻഷനായി. അവൻ എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത്? എന്താ ഇനി വിളിക്കരുതെന്ന് മെസ്സേജ് അയച്ചത്? എന്താ അവൻ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നൊക്കെ ചേച്ചി സ്വയം ചോദിച്ച് അസ്വസ്ഥതയാകെ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതം നശിച്ചു എന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞവൾ റൂമിൽ കയറി വാതിലടച്ചു. ഞാൻ എത്ര വിളിച്ചിട്ടും അവൾ തുറന്നില്ല. രാത്രി ഭക്ഷണം കഴിക്കാൻ ഞാൻ ചെന്നവളെ വിളിച്ചു. ജീവിതത്തിൽ ആദ്യമായി അവൾ എന്നോട് ദേഷ്യപ്പെട്ടു. എനിക്കാകെ സങ്കടമായി. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. ഒരു വിധത്തിൽ ഞാൻ അവളിൽ നിന്നും അവൻ പിണങ്ങിയതാണെന്ന് മനസ്സിലാക്കി. അവൾ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ലെന്നും പറഞ്ഞവൾ കരച്ചിലായിരുന്നു. അന്നേ ദിവസം ഞങ്ങൾ രണ്ടാളും ഒന്നും കഴിച്ചില്ല. അടുത്ത ദിവസം പുറത്തിറങ്ങിയ ചേച്ചിയെ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകരുന്ന പോലെ തോന്നി. രാത്രി മൊത്തം കരഞ്ഞ് കരഞ്ഞ് കണ്ണും മുഖവുമെല്ലാം വീർത്ത് ചുവന്നിരിക്കുന്നു. മുഖമാകെ പാറിപ്പറന്ന് ഒരു ഭ്രാന്തിയെ പോലെ ആയിരുന്നു അവൾ. ആ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ചന്ദ്രനെ കാണാൻ ശ്രമിക്കണം എന്ന് ഞാൻ ഉപദേശിച്ചു. അവൻ താമസിക്കുന്നിടത്ത് ചെന്നു. അവൻ അവളെ കണ്ടെങ്കിലും ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ മനഃപൂർവ്വം അവളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ബൈക്കുമെടുത്ത് പോവുകയായിരുന്നു. ചേച്ചി അന്ന് ഓഫീസിലേക്ക് പോവാതെ തിരിച്ചു വന്നു. അടുത്ത ദിവസവും അവൾ ഓഫീസിൽ പോയില്ലെന്ന് മാത്രമല്ല, അവളുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നു. എനിക്കറിയാം ചേച്ചിക്ക് ചന്ദ്രനെ അത്ര ഇഷ്ടമാണെന്ന്. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചേച്ചിയുടെ ഫോണിൽ നിന്നും ചന്ദ്രനെ വിളിച്ചു നോക്കി. അയാൾ എടുത്തില്ല. പിന്നെ ഞാൻ എൻ്റെ നമ്പറിൽ നിന്നും വിളിച്ചു. എന്നിട്ടും നിരാശയായിരുന്നു ഫലം. കുറേ നേരം പരിശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ ഞാൻ സുനന്ദയാണ്, എനിക്ക് സംസാരിക്കണം എന്നൊരു മെസ്സേജ് അയച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാൻ വിളിച്ചതും അവൻ ഫോൺ എടുത്തു. ഇവിടെ അനിയത്തി. അത് മനസ്സിലായി എന്തിനാ വിളിച്ചത്. ആ ശബ്ദം വളരെ ഷാർപ്പായി തോന്നി. ചന്ദ്രേട്ടൻ എന്തിനാ ചേച്ചിയെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവൾ വെറും പാവമാണ്. നിർത്തടി. അവളുടെ ഒരു ഉപദേശം. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എന്നെ തള്ളുന്നതിന് മുൻപ് നീ ആലോചിക്കണമായിരുന്നു. ഞാൻ ഞെട്ടി. അന്നത്തെ ആ സംഭവമാണ് അവർ തമ്മിൽ അകലാനുള്ള കാരണമെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. എന്നെ അപമാനിച്ച നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നിൻ്റെ ചേച്ചിയെ കിട്ടില്ലടി. പ്ലീസ് അങ്ങനെ പറയരുത്. എൻ്റെ ചേച്ചി പാവമാണ്. അവളിങ്ങനെ ദ്രോഹിക്കരുത്. അവൾ നിങ്ങളെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് നിനക്കുള്ള ശിക്ഷയാണ്. നിൻ്റെ ചേച്ചി ഇങ്ങനെ നീറി ജീവിക്കുന്നത് നീ കാണണം. നിന്നെ ഈ അവസ്ഥയിലെത്തിച്ച നിൻ്റെ ചേച്ചിയുടെ ജീവിതം നീ കാരണം നശിക്കുന്നത് നീ കണ്ടു നിൽക്കണം. ഇതാണ് നിനക്കുള്ള ശിക്ഷ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ തെറ്റൊന്നും ചെയ്തില്ല അല്ലേ? നീ എന്നെ അടിച്ചിറക്കി, എന്നെ അപമാനിച്ചു. അതാണ് നീ ചെയ്ത തെറ്റ്. ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ ചേച്ചിയെ വിവാഹം കഴിക്കില്ല. നീ എന്നെ അത്രയ്ക്ക് അപമാനിതനാക്കി. ഇനി ആ കുടുംബമായി ഒരു ബന്ധത്തിനും ഞാനില്ല. എൻ്റെ ചേച്ചി ഗർഭിണിയാണ്. ആണോ? അതിന് ഞാനെന്ത് വേണം? നിങ്ങളുടെ കുഞ്ഞാണത്. അതിന് നിങ്ങളെന്താ കളിക്കുകയാണോ? അതേടി, ആണെങ്കിൽ നീ എന്ത് ചെയ്യും? പ്ലീസ് നിങ്ങൾ ഇങ്ങനൊന്നും പറയരുത്. എൻ്റെ ചേച്ചിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. നിൻ്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പം നിൻ്റെ കയ്യിലാണ്. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. നീ എന്നെ അനുസരിക്കുകയാണെങ്കിൽ നിൻ്റെ ചേച്ചിയെ ഞാൻ വിവാഹം കഴിക്കാം. നിന്നിൽ നിന്നും എനിക്കുണ്ടായ അപമാനത്തിന് എനിക്ക് റിവഞ്ച് ചെയ്യണം. അതായത് എനിക്ക് നിന്നെ അപമാനിക്കാൻ നീ നിന്ന് തരണം. എന്താ പറ്റുമോ? എനിക്കതിന് മറുപടി പറയാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ആകെ ഷോക്കായി നിന്നുപോയി. എന്താ നിനക്കൊന്നും പറയാനില്ലേ? ചന്ദ്രൻ ചോദിച്ചു. നീ തീരുമാനിക്കേണ്ടത് എന്ത് വേണമെന്ന് നന്നായി ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞാൽ മതി. തീരുമാനം എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ പറയണം. അതും എന്നെ വിളിച്ച് പറയണം. അല്ലാതെ ഞാൻ നിന്നെ വിളിക്കില്ല. അയാൾ ഫോൺ കട്ടാക്കി. ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ കാരണം എൻ്റെ ചേച്ചി. ഞാൻ സോഫയിലിരുന്ന് മുഖം പൊത്തി കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവുമില്ലായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ചേച്ചി ഒന്നും മിണ്ടാതായി. മുഖത്തെ ഐശ്വര്യമൊക്കെ എങ്ങോ പോയി മറഞ്ഞു. എനിക്കിതൊന്നും കണ്ടു നിൽക്കാനായില്ല. ഞാൻ അയാളെ വിളിക്കാൻ തീരുമാനിച്ചു. വിളിച്ചപ്പോൾ തന്നെ അയാൾ എടുത്തു. ഞാൻ ഒരുപാട് അപേക്ഷിച്ച് നോക്കി. പക്ഷേ അവൻ ഒന്നിനും സമ്മതിച്ചില്ല. ഒടുവിൽ അവൻ പറഞ്ഞു, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. അടുത്ത 2 ആഴ്ച ഞാൻ തരുന്ന അപമാനവും സഹിച്ച് ഒരു പട്ടിയെപ്പോലെ നീ അനുസരിക്കണം. പിന്നെ ഇതൊന്നും നിൻ്റെ ചേച്ചി അറിയാൻ പാടില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ തൊട്ട് അവൾ പഴയ ആതിര. പ്ലീസ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിൻ്റെ തീരുമാനം എനിക്കിപ്പോൾ അറിയണം. നിനക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ഇപ്പം പറയണം. സമ്മതമല്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും സംസാരിക്കില്ല. അവസാനം എനിക്ക് ഒരു തീരുമാനം പറയാൻ അറിഞ്ഞില്ല. എനിക്ക് മുന്നിൽ മറ്റ് വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് സമ്മതമാണെന്ന് പറഞ്ഞു. എങ്കിൽ എവിടെ, എന്ന്, എങ്ങനെ എല്ലാം ഞാൻ പറയാം. അനുസരിക്കാൻ ഒരുങ്ങിക്കോളൂ.
അവൻ കോള് കട്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മോളെ, ചന്ദ്രൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞു. ഇപ്പം വിളിച്ചു പറഞ്ഞതാ. അതും പറഞ്ഞ് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ചേച്ചിയെ കണ്ട് ഞാൻ ആശ്വസിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ചന്ദ്രൻ്റെ കോൾ എനിക്ക് വന്നു. ഞാൻ വാക്ക് പാലിച്ചു. ഇനി നീ വാക്ക് പാലിക്കണം. അല്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ അവസ്ഥ നീ ഇതുവരെ കണ്ടതിലും കൂടുതൽ മോശമാകും. ഞാൻ വാക്ക് മാറില്ല. ശരി. കോൾ കട്ടായി. ആ ഉറപ്പ് കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ചേച്ചിയെ വേണമായിരുന്നു. പിന്നെ എന്തായാലും എവിടെയായാലും ചേച്ചി എന്നെ തനിച്ചു വിടില്ല എന്നൊരു ധൈര്യവും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വീണ്ടും കോൾ വന്നു. ഈ വരുന്ന ശനിയാഴ്ച ഞാൻ ടൗണിലെ ഹോട്ടലിൽ 2 ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നീ അങ്ങോട്ട് വന്നാൽ മതി. റൂം നമ്പർ ഞാൻ നിനക്ക് അയച്ചു തരാം. ചേച്ചി കൂടെ ഉണ്ടാകും എന്ന ധൈര്യത്തിൽ ഞാൻ സമ്മതം അറിയിച്ചു. നിനക്കെന്ന് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. നീ വാക്ക് തന്നിട്ട് തെറ്റിച്ചാൽ നിന്റെ ചേച്ചിയും നീയും ഒരിക്കലും എന്നെ കാണുകയില്ല. നിന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നീ മാത്രമായിരിക്കും ഉത്തരവാദി. പറയൂ, നിനക്കന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ വരാം. അപ്പോൾ ഉറപ്പിക്കുന്നു. ഇനി ഇതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകുന്നതല്ല. പിന്നെ ഈ ഡീൽ നമ്മൾ 2 പേരും മാത്രം അറിയാൻ പാടുള്ളൂ. ചേച്ചി എന്നെ തനിച്ച് രാത്രി എവിടെയും വിടില്ല. ഈ ഡീൽ ഞാനും നീയും തമ്മിലുള്ളതാണ്. അത് ആദ്യം അറിയാനേ പാടില്ല. അവളോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവിടെ നിന്നും പോരണം. അയ്യോ, അതെങ്ങനെ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ പറയുന്ന സമയത്ത് വരാൻ നീ റെഡി ആയിക്കോ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്ത് ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ച് ഇരിക്കുവാണ് ഞാൻ. കുറച്ച് കഴിഞ്ഞ് ചേച്ചി വന്നു. എന്ത് പറ്റി നിനക്ക്? എന്താ മുഖം വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, ഒരു ചെറിയ തലവേദന. ചേച്ചി ബാം എടുത്ത് തേച്ച് തന്നു. എന്നിട്ട് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ 2-3 ദിവസങ്ങൾ വലിയ മാറ്റമില്ലാതെ പോയി. ഓരോ ദിവസവും കഴിയുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടിക്കൂടി വന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവൻ പറയുന്നിടത്ത് ചെന്ന് അവൻ തരുന്ന അപമാനം സഹിക്കണം. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ചേച്ചി നേരത്തെ വന്നത്. അവളെ കണ്ടപ്പോൾ മനസ്സൊന്ന് തണുത്തു. പക്ഷേ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. ചേച്ചി പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി. ബോംബെയിൽ വെച്ച് നടക്കുന്ന കമ്പനിയുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ചേച്ചി പോകുന്നു. നാളെ വെള്ളിയാഴ്ച പോയാൽ തിങ്കളാഴ്ചയെ വരൂ. അയ്യോ ചേച്ചി, അത് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയതും ചന്ദ്രൻ വന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അയാൾ വന്നതുകൊണ്ട് ഞാൻ റൂമിൽ കയറിയിരുന്നു. അയാൾ പോയിട്ട് സംസാരിക്കാം എന്ന് കരുതി. എന്നാൽ അയാൾ അന്ന് പോയില്ല. മാത്രമല്ല, രാവിലെ ചേച്ചിയെ എയർപോർട്ടിലേക്ക് അയാൾ കൊണ്ടുപോവുകയായിരുന്നു. അതുവരെ പേഴ്സണലായി സംസാരിക്കാനുള്ള അവസരം കിട്ടിയതുമില്ല. ചന്ദ്രൻ മനഃപൂർവ്വം എന്നെ ബ്ലോക്ക് ചെയ്തതാണെന്ന് എനിക്കുറപ്പാണ്. പോകാൻ നേരം യാത്ര പറയുമ്പോൾ എന്നോട് പേടിക്കേണ്ടെന്നും എന്താവശ്യമുണ്ടെങ്കിലും ചന്ദ്രനെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുവാണ്. ആതിര എന്നെ കെട്ടിപ്പിടിച്ചു. 2 ദിവസം കഴിഞ്ഞ് വരാം കേട്ടോ, പേടിക്കണ്ട. അവർ പോയി കഴിഞ്ഞ് ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞതും ചെക്ക് ഇൻ ചെയ്തു എന്ന് പറയാൻ അവൾ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു. ആ സമയത്ത് എനിക്ക് ചന്ദ്രൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ എല്ലാം കുളമാകും. അതുകൊണ്ട് ഞാൻ സംയമനം പാലിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ചന്ദ്രനെ വിളിച്ചു. അന്നത്തെ പരിപാടി മാറ്റിവെക്കാൻ പറയാൻ വേണ്ടി. പക്ഷേ അവൻ കോൾ എടുത്തില്ല. പകരം ഒരു മെസ്സേജ് വന്നു. വൈകുന്നേരം 6 മണിക്ക് അവൻ വരുമ്പോൾ പോകാൻ റെഡിയായി നിൽക്കണമെന്ന്. ആ മെസ്സേജ് വന്നപ്പോൾ മുതൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിറയലും പേടിയും എന്നെ പിടികൂടി. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നെനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്ന മനസ്സുമായി ഞാൻ തലയണയിൽ മുഖം പൊഴുതി കരഞ്ഞുകൊണ്ട് കിടന്നു. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും ബോധത്തിലേക്ക് വന്നത്. ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് വൈകുന്നേരമായത് എനിക്ക് മനസ്സിലായത്. വീണ്ടും കോളിംഗ് ബെൽ അടിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയം എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. വിറയ്ക്കുന്ന കാലടികളുമായി ഞാൻ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ചന്ദ്രനെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പിൻ്റെ വേഗം കൂടി. നിന്നോട് ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞതല്ലേ? അത് ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് പേടിച്ചിട്ട് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. അയാൾ വീട്ടിലേക്ക് കയറി സോഫയിലിരുന്നു. മതി, ഇവിടെ വന്നിരിക്കെ, അടുത്തുള്ള കസേര കാണിച്ച് അയാൾ പറഞ്ഞു. ഞാൻ മടിച്ച് അവിടെ ഇരുന്നു. അയാൾ എനിക്ക് നേരെ ഒരു പേപ്പർ നീട്ടി. എന്നിട്ട് അതിൽ ഒപ്പിടാൻ പറഞ്ഞു. എന്താ ഇത്? കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ വായിച്ചു നോക്കി വേഗം ഒപ്പിടടി. ഞാൻ വേഗം അത് വാങ്ങി വായിച്ചു നോക്കി. അതൊരു എഗ്രിമെൻ്റ് ആയിരുന്നു. ആ എഗ്രിമെൻ്റ് പ്രകാരം ഞാൻ ചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെന്നും അത് 3 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കും എന്നുമായിരുന്നു. അത് വായിച്ച ഞാനാകെ പേടിച്ചു പോയി. എന്താ ഇതൊക്കെ? ഞാനെപ്പോഴാണ് പൈസ വാങ്ങിയത്? അതൊരു ഉറപ്പിന് വേണ്ടിയാണ്. അടുത്ത 2 ദിവസം നീ പറഞ്ഞ പോലെ അനുസരിച്ചില്ലെങ്കിലോ? പിന്നെ മുംബൈയിലെ മീറ്റിങ്ങിന് പോയ ചേച്ചി ജീവനോടെ വരണമെങ്കിൽ നീ ഇപ്പോൾ ഇതിൽ ഒപ്പിടണം. എന്താ പറഞ്ഞത്? ഞാൻ ചന്ദ്രൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരു ഭ്രാന്തിയെപ്പോലെ അലറി.
അയാൾ ചിരിച്ചുകൊണ്ട് എൻ്റെ കൈ വിടുവിച്ചു. നീ ദേഷ്യപ്പെടല്ലേ, ഇതൊക്കെ നീ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് മോള് വേഗം ഒപ്പിട്. പിന്നെ നീ പേടിക്കണ്ട, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരുമ്പോൾ ഈ അഗ്രിമെൻ്റ് നിൻ്റെ കയ്യിലുണ്ടാകും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. വേറൊരു കാര്യം കൂടെ, അടുത്ത 2 ദിവസം നീ ഞാൻ തന്ന വാക്ക് ഞാനങ്ങ് മറക്കും. ഞാനൊന്നും മിണ്ടാനാകാതെ പകച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടൂടെ. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരില്ല. എൻ്റെ ചേച്ചിയെ നോക്കിയാൽ മാത്രം മതി. ഇത് നീ എന്നെ വേദനിപ്പിച്ചതിനും അപമാനിച്ചതിനും നിനക്കുള്ള ശിക്ഷയാണ്. പിന്നെ ഈ അരുൺ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടുമുണ്ട്. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. നീ ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നാൽ നിൻ്റെ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. എന്ത് വേണമെന്ന് നിനക്കിപ്പോൾ തീരുമാനിക്കാം. സമ്മതമാണെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ ഒപ്പിടാം. അല്ലെങ്കിൽ അയാൾ എന്നെ നോക്കി ക്രൂരമായി ചിരിച്ചു. എനിക്ക് മറ്റ് മാർഗമൊന്നുമില്ലാത്തത് കൊണ്ട് ആ എഗ്രിമെൻ്റ് ഒപ്പിട്ട് നൽകി. അയാളത് ഭദ്രമായി ബാഗിലെടുത്ത് വെച്ചു. അപ്പോൾ ഇന്നീ നിമിഷം മുതൽ തിങ്കളാഴ്ച രാവിലെ 9 മണി വരെ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എല്ലാം അയാളാണ്. എന്നിട്ട് മറ്റൊരു കവർ എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, വേഗം കുളിച്ച് റെഡിയായി വാ, നിനക്കുള്ള വസ്ത്രമാണ് ഈ കവറിലുള്ളത്. പെട്ടെന്ന് റെഡിയായിട്ട് വാ. ഞാൻ അകത്തേക്ക് പോയി. കവർ അവിടെ വെച്ച് ഞാൻ പോയി റെഡിയായി വന്നു. അപ്പോൾ ഞാൻ എന്നെ കണ്ണെ താണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഈ ഒരവസ്ഥ ഒരനുജത്തിക്കും ഉണ്ടാകരുതെന്ന് മനസ്സിൽ ശപിച്ചുകൊണ്ട് ഒരുപാട് കരഞ്ഞു. ഞാൻ റെഡിയായി അയാളുടെ അടുത്തേക്ക് പോയി. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അതിനെനിക്ക് മറുപടി കിട്ടണം. കൂടാതെ ഇപ്പം മുതൽ നീ എന്നെ സാറെന്നേ വിളിക്കാവൂ, മനസ്സിലായോ? ശരി സർ. ഗുഡ്. ഞങ്ങൾ വീട് പൂട്ടി അവിടെ നിന്നും ഇറങ്ങി. ഇനി തിങ്കളാഴ്ച രാവിലെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നാക്കും. അയ്യോ, 2 ദിവസത്തേക്കുള്ള ഡ്രസ്സൊന്നും ഞാൻ എടുത്തില്ല. ഒന്നും വേണ്ട, നിനക്കുള്ള ഡ്രസ്സുകൾ 2 ദിവസത്തേക്ക് ഞാൻ തരുന്നതാണ്. അത് പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു. അന്ന് ഞാനൊന്ന് ചോദിച്ചപ്പോൾ നിനക്ക് അഹങ്കാരം, ഇപ്പം നിനക്ക് പറയാം അല്ലേ? ഞാൻ തല താഴ്ത്തിയിരുന്നു. അയാൾ കാർ കൊണ്ടുവന്ന് നിർത്തിയത് സിറ്റിയിലെ അത്യാവശ്യം നല്ലൊരു സ്റ്റാർ ഹോട്ടലിലാണ്. ഞാൻ പേടിയോടെ അയാളുടെ പുറകിൽ നടന്നു. നീ പോയി റൂമിൻ്റെ താക്കോൽ വാങ്ങി വാ. അയ്യോ, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല. ഞാൻ എങ്ങനെ ചെയ്യാനാണ്? എനിക്കറിയില്ല. നീ കൂടുതലൊന്നും പറയണ്ട. റിസപ്ഷനിൽ പോയി നിൻ്റെ പേര് പറഞ്ഞാൽ മതി, അവർ താക്കോൽ തരും. ഞാനൊന്നും മിണ്ടാതെ പോയി താക്കോൽ വാങ്ങിക്കൊണ്ട് വന്നു അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ താക്കോൽ വാങ്ങി നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്കാണ് പോയത്. 5ാമത്തെ നിലയിൽ ഞങ്ങൾ ഇറങ്ങി. നേരെ എതിർവശത്തായിരുന്നു ബുക്ക് ചെയ്ത റൂം. അത്യാവശ്യം വലിയ റൂമായിരുന്നു. ചെറിയൊരു ഫ്ലാറ്റിന് സമമായിരുന്നു. വാതിൽ തുറന്ന് കയറുന്നത് ഹാളിലേക്കാണ്. ഹാളിൻ്റെ ഇടതുവശത്ത് ഒരു സെറ്റ് സോഫ, വലതുഭാഗത്ത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. അതിൻ്റെ സൈഡിൽ നിന്നും അടുത്ത മുറിയിലേക്ക് ഒരു വാതിൽ. അത് കിടപ്പുമുറിയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ മറ്റൊരു വാതിൽ കണ്ടു. അത് ബാത്റൂമായിരുന്നു. റൂമിൽ കയറിയ ശേഷം അയാൾ എനിക്കൊരു പേപ്പറും പേനയും തന്നു. പേപ്പർ മടക്കിയാണ് തന്നത്. അതിൽ താഴെ എൻ്റെ പേര് ഞാൻ കണ്ടു. അവിടെ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ സംശയത്തോടെ നോക്കി. അയാൾ എന്നോട് പെട്ടെന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ മടിച്ച് അതിൽ ഒപ്പിട്ടു. അതിലെന്താ എഴുതിയതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അത് നിനക്കറിയണ്ടേ? അതിലെഴുതിയത് വായിച്ചു കേട്ട ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പാർട്ടി നടത്താൻ ഇവിടെ റൂം ബുക്ക് ചെയ്തെന്നും ഇവിടെ നടക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണെന്നുമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അയാൾ ആ പേപ്പർ ഭദ്രമായി പെട്ടിയിൽ വെച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് സോഫയിൽ പോയിരുന്നു. എടി, റൂം സർവീസിൽ വിളിച്ച് 2 ഡ്രിങ്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറയും. അത് കേട്ട് പകച്ചു നിൽക്കുകയായിരുന്നു ഞാൻ. അയാൾ ദേഷ്യത്തോടെ എന്നെ നോക്കി. എന്താ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? ഞാൻ ഡയറക്ടറെ നോക്കി ഓർഡർ ചെയ്തു. നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചോ? ചന്ദ്രേട്ട പ്ലീസ്. ആഹാ, എന്താ രസം ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ. ഇങ്ങനെ എന്നെ അപമാനിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നയാൾ വാശിയോടെ പറഞ്ഞു. ഇല്ല, എനിക്കിനി ഒന്നിനും പറ്റില്ല. ഞാൻ വേഗം പോവാ വീട്ടിലേക്ക്. ഹാ ഹാ ഹാ, നിൻ്റെ പേരിലാണ് ഇവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നിൻ്റെ ഐഡിയ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ റെൻറ്റ് കൊടുക്കാതെ ഇവിടെ നിന്ന് പോകാൻ നിനക്ക് സാധിക്കില്ല. റെൻറ്റ് കൊടുത്തില്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അനുസരിക്കുകയല്ലാതെ നിനക്ക് മറ്റു മാർഗമൊന്നുമില്ല. പ്ലീസ്, എൻ്റെ ജീവിതം നശിപ്പിക്കരുത്. കിടന്ന് ചിണുങ്ങാതടി. അയാൾ ദേഷ്യത്തിൽ അലറി. ഞാൻ അയാളുടെ ആ ഭാവം കണ്ട് പേടിച്ചു നിന്നു. അത് കഴിഞ്ഞ് അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അയാളുടെ മുഖത്തെ ദേഷ്യം ഞാൻ കണ്ടത്. കുറച്ച് കഴിഞ്ഞതും അവിടേക്ക് ഒരുപാട് ആളുകൾ വന്നു. മോളെ, എണീറ്റ് നിന്ന് ഇവരെയൊക്കെ ഒന്ന് നോക്കിയേ. ഇവരൊക്കെ മോളെ കാണാൻ വന്നതാ. പ്ലീസ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചില്ലേ? എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടുത്തല്ലേ? പ്ലീസ്. ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ?
നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. മോൾ എണീറ്റ് ഇവരെയൊക്കെ ഒന്ന് നോക്കൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് പറ്റില്ല. എണീക്കടി, എണീക്കടി. ഞാൻ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ട ചന്ദ്രൻ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അനങ്ങാൻ പറ്റാത്തതുപോലെ എൻ്റെ അടുത്തേക്ക് വന്ന് നോക്കി. നീ നോക്കിയില്ലെങ്കിൽ ഇതിലും വലിയ പണിയായിരിക്കും നിനക്ക് കിട്ടുന്നത്. അവരെന്നെ നോക്കി ചിരിച്ചു. അതിൻ്റെ അടുത്തായി നിൽക്കുന്ന ആളെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. കാരണം എനിക്ക് അയാളെയും അറിയാമായിരുന്നു. 6 മാസം മുൻപ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒച്ച വെച്ച് നാട്ടുകാരെ കൊണ്ട് അടികൊള്ളിച്ച സന്തോഷ് എന്ന ആളായിരുന്നു. ഓർമ്മയുണ്ടോടി അവനെ? അവൻ എൻ്റെ മാമൻ്റെ മോനാണ്. ഞാനിതെല്ലാം കേട്ട് കോരിധരിച്ച് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? ഇതിന് പകരമായി മോള് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് കളിച്ച്. സന്തോഷേ, മോൾക്ക് കളിക്കാൻ ഒരു പാട്ടിട്ടേടാ പ്ലീസ്. എനിക്ക് പറ്റില്ല. വേഗം, മോള് സമ്മതിച്ചാൽ എല്ലാം വേഗം കഴിയും. ഇല്ലെങ്കിൽ കൂടുതൽ പണി കിട്ടേണ്ടി വരും. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിച്ചു.